by Hanadir. So, ഹായ് ഹായ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് എല്ലാവരും എൻഗേജിങ് ചെയ്യിപ്പിക്കുന്ന കുറച്ച് 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 പരിപാടികളുണ്ട്, കുറച്ച് ഷെഡ്യൂൾസുകൾ. എന്തൊക്കെ വെച്ചാൽ നമ്മളെ നബിദിനത്തിൻ്റെ തലേ ദിവസമാണ്. അപ്പം നമ്മളെ ഫാമിലിയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മളെ തറവാട്ട് പോയാണ്ട് അവിടെ പഴയ പരിപാടി ഉണ്ടാവും. അന്ന് നൈറ്റ് ഫുൾ നമ്മൾ കിടന്നുറങ്ങൂല. അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ അത്യാവശ്യം നമ്മൾ കുറേ സാധനങ്ങൾ ഉണ്ടാക്കും. അതിലിങ്ങനെ കുറേ കുറേ നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉള്ള കുറേ സംഭവങ്ങൾ. പിന്നെ അല്ലെങ്കിലും നമ്മളെ ഫാമിലീസ് ഇൻവോൾവ് ആവുമ്പം നല്ല രസമാണ്. എല്ലാവരും എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഇൻവോൾവ് ആവുക. അപ്പം ലൈക്ക് കുറേ മെമ്മറീസും ഒക്കെ ഉണ്ടാവും. അതിൻ്റെ കൂടെ തന്നെ നമ്മളെ എൻ്റെ കസിനായിട്ടുള്ള ഓളെ മോം ടു ബി ഉണ്ട്, ഓളെ ബർത്ത്ഡേ ഉണ്ട്. അത് നമ്മൾ സർപ്രൈസ് ആയിട്ട് കൊടുക്കാന്നുള്ള ഒരു പ്ലാൻ ഉണ്ട്. സോ ഞാൻ ഇതൊക്കെ ഇപ്പോഴാണ് അറിയുന്നത്. ഏതായാലും നിങ്ങളോട് പറയാതെ വിചാരിച്ചു. അവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞത്. പക്ഷെ എന്നോട് പറഞ്ഞിരുന്നു ഞാനല്ലേ വീഡിയോ എടുക്കാൻ നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞിരുന്നു ഈ വീഡിയോസ് നടത്തണം എന്നുള്ളൊക്കെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. സോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവരും കണ്ട് ഫുള്ളാക്കുക. സോ ഇന്നത്തെ നമ്മളെ ഷെഫ് എന്നുള്ളത് നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് അഫ്ലയാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. പോപ്കോണിൻ്റെ പോന്ന് പറയുമ്പോഴത്തേനും ഓനുണ്ടാക്കാതിരിക്കും. ഇതിൽ നമുക്കാർക്കും കൈയിടാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ പോപ്കോണിൻ്റെ കിങ് എന്ന് പറഞ്ഞത് നമ്മുടെ മുഹമ്മദ് അഫ്ല ആയിരിക്കുന്നു. സോ ഇങ്ങനത്തെ ഇതൊക്കെ ഞാൻ ചെയ്യും, പക്ഷേ പോപ്കോൺ ഉണ്ടാക്കുന്ന ഡ്യൂട്ടി അത് അഫ്ലുവിന് തന്നെ. നമ്മളിന്ന് വെറൈറ്റി ആയിട്ട് പോപ്കോൺ അങ്ങോട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചത്. ജസ്റ്റ് എന്തെങ്കിലും ഇങ്ങനെ എപ്പോഴും സംസാരിച്ചിരിക്കുക, അങ്ങനെ കുറേ ഫുൾ ചിൽ പരിപാടിക്ക് ഇങ്ങനത്തെ സംഭവങ്ങൾ കൊണ്ടുപോകുന്നത് നല്ല രസമല്ലേ. അപ്പോൾ നമ്മൾ കല്ല് പോലെ ഈ വീട്ടിൽ എന്തെങ്കിലും കുറച്ച് കാരമലൈസ്ഡ് പോപ്കോൺ ഉണ്ടാക്കൂലേ, അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. പോപ്കോൺ മാത്രം ഉണ്ടാക്കുന്നവർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. കാരമലൈസ്ഡ് പോപ്കോൺ നല്ല രസമുണ്ട് കേട്ടോ. നമ്മൾ അത് മാളിലൊക്കെ കിട്ടുമല്ലോ ഈ കാരമലൈസ്ഡ് പോപ്കോൺ എന്ന് പറഞ്ഞാൽ നല്ല പ്രീമിയം സാധനങ്ങളുണ്ടാവും. ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. തിരക്കിട്ട് പോയതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ആണെങ്കിൽ നമ്മൾ നേരെ വൈകിട്ടാണ് എത്തിയത്, മരുഭാഗമൊക്കെ കൊടുത്തിക്കണ്. അപ്പം സോ ഇവർ ആധുനിക ചർച്ചയിലാണ് ഇപ്പം നിൽക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ സർപ്രൈസ് പ്ലാൻ ചെയ്യല്ലേ. അപ്പം ഓൾ അതാ വിചാരിക്കും, ഇത് വിചാരിക്കും, അങ്ങനെയാണ് ഇങ്ങനെയാണ്, വരൂല, അങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഇന്ന് തിന്നാനുള്ള പാർട്സ് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സൂസേട്ടൻ ഇവിടെ പുതിയതാണ്, അതുകൊണ്ട് കുറച്ച് നാണൊക്കെ ഉണ്ടാക്കും. ഡ്രസ്സ് എൻ്റെ വീട്ടിൽ പോയി എടുക്കാൻ പോയി. പിന്നെ അതിനുള്ള ഫ്ലവേഴ്സ്, പിന്നെ ഡെക്കോർ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓരോരുത്തരുടെ പേര് നമ്മൾ ഇങ്ങനെ പരിപാടിയൊക്കെ നടത്തണമല്ലോ. നമ്മൾ കേക്ക് മേടിക്കാൻ പോയി. അപ്പം അതൊക്കെ എടുത്ത് പോന്നു. ഇത് മേക്ക് ചെയ്യുന്ന ഫുൾ വീഡിയോസ് ഒന്നും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറച്ച് വീഡിയോസ് ഇതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ ഓരോ പാട്ടി എടുക്കില്ല. അപ്പോൾ നമുക്ക് ഫോട്ടോസ് എടുക്കാൻ ആളില്ല. ആകെ 2-3 ആൾക്കാരെ റൂമിലിട്ടാണ്ട് നമ്മൾ ചെയ്ത ബാക്കിയുള്ളവരെല്ലാവരും താഴ്ത്ത് നിർത്തിയാണ്ട്.
ഇനിയിപ്പേ ഈ കേക്ക് മുറിച്ച് കഴിഞ്ഞിട്ടൊക്കെ എൻ്റെ ഫോട്ടോ എന്താ കാണാത്തതെന്ന് ചോദിക്കാൻ നിൽക്കണ്ട. ഈ വീഡിയോ എടുക്കാൻ പിന്നെ ആരാണ്? ഞാനല്ലേ? അപ്പം പിന്നെ ഇനി ആ ചോദ്യം വേണ്ട. മെജോറിറ്റി റീൽസിലും എൻ്റെ വീഡിയോസ് ഉണ്ടാവില്ല. എന്നിട്ട് ചോദിക്കും, അല്ല ഈ വീഡിയോസിൽ എന്താ ചെയ്യില്ലേ, ഈ വീഡിയോസ് എന്താ ചെയ്യില്ലേ? എന്നിട്ട് ഞാനിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അതെ ഇന്നൊരു ഫോട്ടോ എടുത്ത് ആദ്യം ഇന്നെ വീഡിയോയിൽ ഇൻവോൾവ് ചെയ്തതിൻ്റെ ശേഷം ബാക്കിയുള്ളതാക്കിയായിരുന്നു. പക്ഷെ ഇതിലിപ്പം ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു. എൻ്റെ ഡ്രസ്സ് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ പിന്നെ വേണ്ട വിചാരിച്ചു. ഇനിയിപ്പോൾ നമുക്ക് താഴെ പോയേക്കാം. നാളത്തെ പരിപാടിക്കുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് പോയി നോക്കണ്ടേ. സോ താങ്ക് യു സോ മച്ച് ഈ വീഡിയോസ് കണ്ടവർക്ക്. പിന്നെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് കമൻസ് ഇവിടെ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെന്താ തോന്നുന്നത് ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തു. അടുത്ത വീഡിയോയിൽ കാണാം.